ജയസുരേഷ് സാർ, നമ്മൾക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടിംഗ് അതിന്റെ ടോട്ടൽ കൗണ്ട് നോക്കുമ്പോൾ ഓരോ പക്ഷത്തിനും കിട്ടിയിട്ടുള്ള വോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആകെ വർധനവ് ഉണ്ടായിട്ടുള്ളത് BJPക്ക് തന്നെയാണ്. ഇവിടുത്തെ മൃഗീയ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായം അവരുടെ ആ വോട്ട് വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് സമാഹരിച്ചപ്പോഴും ആ സമയത്ത് പോലും BJPയുടെ ഒരു വോട്ട് പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അതിൽ നാമമാത്രമാണെങ്കിൽ പോലും അല്പം വർധനവ് വരികയും ചെയ്യും. വ്യക്തിപരമായിട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടും വലതുപക്ഷത്തിന്റെ വോട്ടും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ 2021 നടന്ന അതിനേക്കാൾ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇവിടെ BJPയുടെ വളർച്ച തന്നെയാണ്. അത് ഇത്ര കണ്ട് മൃഗീയ ഭൂരിപക്ഷമുള്ള മലപ്പുറം പോലെയുള്ള ഈ ജില്ലയിൽ, ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ ജില്ലയിൽ പോലും BJPക്ക് വളർച്ച വരുന്നു എന്നുള്ളത് കാണുമ്പോൾ നമ്മൾക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു 17,520 വോട്ടാണ് ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ വർധനവോടുകൂടി നമ്മൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ഇവിടെ ഒരുപാട് മണ്ഡലങ്ങളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കൂടെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ആ വർധനവ് BJPക്ക് മാത്രമേ ഇവിടെ വളർച്ചയുള്ളൂ എന്ന് കൃത്യമായിട്ടും ജനങ്ങളോട് ഉറക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ പറയുക? അതായത് കേരള രാഷ്ട്രീയത്തില് ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. 20% വോട്ട്, 20%-അടുത്തുള്ള വോട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAക്ക് കേരളത്തിൽ നേടാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഗുജറാത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ നിലയിലേക്ക് കടന്നു വന്നത് കേവലം 2-3% വോട്ടിൽ നിന്ന് അത് 6-7 ആക്കി വർദ്ധിപ്പിച്ച്, പിന്നീട് 12-13% ആക്കി വർദ്ധിപ്പിച്ച്, അതിനുശേഷം 20% അടുക്കുമ്പോഴാണ് അവർക്ക് MLA-മാരെ സൃഷ്ടിക്കാൻ, MP-മാരെ സൃഷ്ടിക്കാൻ സാധിച്ചത്. ഇത് കേരളത്തിന്റെ ചിത്രമല്ല ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിലെ ചിത്രമാണ്. അതിനുശേഷം 20 മുതൽ 30 വരെയുള്ള ഏതാണ്ട് 27%-30% ആ ഇടയ്ക്ക് വോട്ട് കിട്ടുന്ന സമയത്താണ് അവർ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരികയും ഏറ്റവും കൂടുതൽ പാർലമെന്റ് മെമ്പർമാരെ വിജയിപ്പിക്കുകയും ചെയ്തത്. ഏതാണ്ട് ആ ഒരു പാറ്റേൺ ഇപ്പൊ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. കഴിഞ്ഞ തവണ 20% വോട്ട് കിട്ടി ഒരു പാർലമെന്റ് മെമ്പർ ജയിക്കുകയുണ്ടായി, സുരേഷ് ഗോപി. അതുപോലെ ഇനിയിപ്പോ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ 4-5 ഇരട്ടി സീറ്റുകൾ, വോട്ടല്ല സീറ്റുകൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ ഒരു ഫിഗർ. എന്നാൽ അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശതമാന കണക്കുകളെ അധികരിച്ചുകൊണ്ടുള്ള, അതായത് 20-ന് മുകളിലേക്കുള്ള ഒരു ശതമാന കണക്ക് സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ 10 മുതൽ 20 വരെ ശതമാനം സീറ്റുകൾ BJPക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കാം. അങ്ങനെ വന്നാലുണ്ടാകുന്ന മാറ്റം ഇവിടെ 2 മുന്നണികളും അപ്രസക്തമാവുകയും മൂന്നാമത്തെ മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം ഉദയം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ മുന്നണികളുടെ ഘടനകൾ പൊളിഞ്ഞു പോകും. ഈ 2 മുന്നണികളിൽ നിന്നും ഘടകകക്ഷികൾ BJPയിലേക്ക് വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ വരും. ഇത്രയുമായി കഴിയുമ്പോൾ ജാതീയമായിട്ടുള്ള സംഘടനകൾ, സമുദായ സംഘടനകളുടെ ഭാഗത്ത് ഒരു വീണ്ടുവിചാരം ഉണ്ടാവുകയും ജയസാധ്യതയുള്ള BJP മുന്നണിയോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം വന്നാൽ വളരെ പെട്ടെന്നായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുക. അത്തരമൊരു മാറ്റത്തിലേക്ക് കേരളം കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കിട്ടുന്ന വ്യക്തമായ സൂചന. അതായത് ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ BJP പടിപടിയായി ക്രമാനുഗതമായി വോട്ടിംഗ് ശതമാനം കൂട്ടി അവസാനം അധികാരത്തിലെത്തിയത്, അതുപോലെയുള്ള ഒരു ലാഡറിലേക്ക് പടിപടിയായിട്ട് നമ്മൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് കേരള രാഷ്ട്രീയം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും അതിന് പിന്നാലെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളും കേരള രാഷ്ട്രീയത്തെ നയിക്കാൻ പോകുന്നത് BJP ആയിരിക്കും, NDA ആയിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി ലഭിക്കുന്നത്. രശ്മിൻജി, നമ്മൾക്കറിയാം മലപ്പുറത്തിന്റെ ഒരു സാരഥി എന്നുള്ള രീതിയിൽ തന്നെ മലപ്പുറം ആർക്കും തീറെഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. എന്നിരുന്നാലും എങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു സ്ട്രാറ്റജി അത് വിലയിരുത്തിക്കൊണ്ട് അവസാനമായി കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇല്ല, ജയസൂരൻജി പറഞ്ഞു തന്നെയാണ്. BJP കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും ഒറ്റയടിക്കുള്ളൊരു വലിയൊരു അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചിട്ടല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് BJP ആഗ്രഹിക്കുന്നത്. BJPയുടെ സ്ട്രാറ്റജിയും അത് തന്നെയാണ്.
ഇപ്പോ നമുക്കറിയാമല്ലോ, നിരവധി ആളുകൾ ബലിദാനികളായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം. ആ ബലിദാനികളുടെയൊക്കെ ബലിദാനത്തിന് തീർച്ചയായിട്ടും അർത്ഥവത്തായിട്ടുള്ള ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ട് നിരവധി ആളുകളുണ്ട്. ഭാരതീയ ജനസംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് അത് പിന്നീട് BJP 1980 ഭാരതീയ ജനതാ പാർട്ടിയായി വന്ന സമയത്തൊക്കെ ഈ ജനസംഘം അല്ലെങ്കിൽ സംഘപരിവാർ BJP പ്രവർത്തകരാണ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു അവജ്ഞയോടുകൂടി ആ ആളുകളെ, അതിന്റെ പ്രവർത്തകരെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചിത്രം മാറി. അന്ന് ജനസംഘവും സംഘവും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാടുകളാണ് ശരി എന്ന് ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഭാരതാംബ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ ജയസൂര്യജി സൂചിപ്പിച്ചതുപോലെ ഒരു ശക്തമായ മൂന്നാം മുന്നണിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉയർന്നു വരുമെന്നുള്ള ആ ഭയമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള നിറം നൽകിക്കൊണ്ട്, യഥാർത്ഥ വർഗീയതയല്ല, വർഗീയ നിറം നൽകിക്കൊണ്ട് ഭാരതാംബയെയും കാവ്യ പതാകയെയും ഒക്കെ എതിർത്തുകൊണ്ടുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ ഈ സമര പരിപാടികൾ അരങ്ങേറുന്നത്. നമുക്ക് നമ്മളൊന്ന് ആലോചിക്കണം. ഭരണഘടനയെ 47 തവണ മാറ്റി എഴുതിയതാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഭരണഘടനയെ തികച്ചും ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടുകൊണ്ടിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അർദ്ധരാത്രിയിൽ ഫക്രുദ്ദീൻ അലിയെ കുളിമുറിയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ടാണ് എമർജൻസിയിൽ ഒപ്പുവെപ്പിച്ചിട്ടുള്ളത്. ആ പാരമ്പര്യമുള്ള കോൺഗ്രസ് അവരാണ് ഭരണഘടനയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിലും രാജ്യത്തുടനീളം നടക്കുന്നത്. ഏറ്റവും തവണ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്, ഏറ്റവും തവണ ഭരണഘടനയെ വ്യഭിചരിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരാണ് ജനങ്ങൾക്കിടയിലേക്ക് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 47 മുതലുള്ള മുഴുവൻ ആഗസ്റ്റ് 15 ദിവസങ്ങളിലും കരിദിനം ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ രണ്ട് പാർട്ടിക്കാരും ചേർന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ തെറ്റായ മാർഗത്തിലൂടെ, തെറ്റായ രീതിയിലൂടെ ചിന്താഗതി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് മാറ്റം വന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. നിരവധി അനുഭവ സമ്പത്തുള്ള, ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടാവുമ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറാവുകയാണ്. പണ്ട് ഇന്ദിരാഗാന്ധി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും രാജീവ് ആണെങ്കിലും അതോടൊപ്പം നരസിംഹറാവോ, കോൺഗ്രസിന്റെ എല്ലാ പ്രധാനമന്ത്രിമാര് ഭരിച്ച സമയത്തും അമേരിക്കയോ റഷ്യയോ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അമേരിക്കയും റഷ്യയും ഇന്ത്യ പറയുന്നത് എന്താണോ അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. യുക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യ പറഞ്ഞു, നരേന്ദ്രമോദി പറഞ്ഞു, എന്റെ പൗരന്മാരെ എന്റെ രാജ്യത്തേക്ക് എത്തിക്കണം, 5 മണിക്കൂർ യുദ്ധം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ യുക്രൈനും ഇതേ റഷ്യയും അത് അംഗീകരിച്ചുകൊണ്ട് 5 മണിക്കൂർ യുദ്ധം നിർത്തിവെച്ചു, ഇന്ത്യൻ ജനങ്ങളെ, ഇന്ത്യയുടെ പൗരന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ആ പോരുന്ന സമയത്ത് കൈകാലിട്ടടിച്ച് കരഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരെ അടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഭാരതം ഒരു വലിയ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അത് ഇഷ്ടപ്പെടാത്ത അയൽ രാജ്യങ്ങളുമായിട്ട് ചില ഇടപാടുകൾ നടത്തിക്കൊണ്ട് ശത്രു രാജ്യങ്ങളുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇത് വലിയ ഭയപ്പാടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ അവർ മത്സരിക്കുമ്പോൾ ഈ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് ഒരു ഭാഗത്ത് വാങ്ങുന്നു. അതോടൊപ്പം തന്നെ 100 കണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊല ചെയ്യുകയും 1000 ആളുകളെ അനാഥരാക്കുകയും ചെയ്തിട്ടുള്ള അബ്ദുൽ നാസർ മദനി നേതൃത്വം നൽകുന്ന PDPയുടെ പിന്തുണ ഇപ്പുറത്ത് വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കാര്യവും ഇന്ത്യയെ മതപരമായിട്ട് വിഭജിക്കണം, ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം, ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായിട്ട് വാങ്ങുകയും ഇന്നിപ്പോ അവരെ പാർട്ടി അവരുടെ മുന്നണിയിലേക്ക് എടുക്കാനുള്ള ചർച്ചകളുമായിട്ട് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പോവുകയും ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ അത്ഭുതകരമായ വളർച്ചയിൽ ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ 2 മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് വർഗീയമായി വേർതിരിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ഇവിടുത്തെ ബ്രിട്ടീഷുകാരൻ നടപ്പാക്കിയെങ്കിൽ വെള്ളക്കാരനിൽ നിന്നും കൊള്ളക്കാരിലേക്ക് അന്ന് അധികാരം കൈമാറ്റം ചെയ്തപ്പെട്ടപ്പോ ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന വീണ്ടും
ഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നുള്ള രണ്ട് വിഭാഗങ്ങളാക്കി ഇവിടുത്തെ സമൂഹത്തെ വെട്ടിമുറിച്ചുകൊണ്ട് കീറി മുറിച്ചുകൊണ്ട് വർഗീയമായി കീറി മുറിച്ചുകൊണ്ട് രാജ്യത്തെ അധികാരം കൈയാളാനും അത് നിലനിർത്താനും വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു കാഴ്ച ഇന്നിപ്പോ നമ്മൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്. അതിന് ഇവിടുത്തെ പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കുകയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൂടെ ദേശീയതയ്ക്ക് വേണ്ടി ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാത്ത തികച്ചും മാനുഷികമായിട്ടുള്ള വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൂടെ നിൽക്കണം എന്നുകൂടി എനിക്ക് ഈ സമയത്ത് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്.